കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്റെ പുതിയ മന്ത്രിസഭ ഫോം ചെയ്തിരിക്കുകയാണ്. 28 സഭാംഗങ്ങൾ അടങ്ങുന്ന പുതിയ മന്ത്രിസഭയാണ് ഫോം ചെയ്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ നമ്പറാണ് മന്ത്രിസഭയിൽ എണ്ണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഒരു ചെറിയ മന്ത്രിസഭയെ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും 28 മന്ത്രിമാരും അടങ്ങുന്ന സഭയാണിത്. പല പരിചിത മുഖങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഷോൺ ഫ്രേസർ, മെലനി ജോളി, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യൻ വംശജയായിട്ടുള്ള അനിറ്റ ആനന്ദ്, ഇവരൊക്കെ മന്ത്രിസഭയിലുണ്ട്. പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് ലീന മെറ്റിൽജ് ആണ്. റേച്ചൽ ബെൻഡയന്റെ പിൻഗാമിയായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന മാർക്ക് മില്ലർ, അദ്ദേഹം വളരെ പോപ്പുലറാണ്. നിരവധി ഇമിഗ്രേഷൻ ചേഞ്ചുകളും നിരവധി കട്ടുകളും ഒക്കെ കൊണ്ടു വന്നിട്ടുള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് ഇമിഗ്രേഷനിലെ പുതിയ മാറ്റങ്ങളൊക്കെ വരും ആഴ്ചകളിൽ നോക്കിയിരുന്ന് കാണാം. ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അവർ ഒരു ഇമിഗ്രന്റ് ഫാമിലിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളാണ്. ഇമിഗ്രൻസിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതോടൊപ്പം തന്നെ അവരുടെ മുന്നോട്ടുള്ള യാത്രകളെയും ഒക്കെ അവർ അടുത്തറിഞ്ഞ ആൾ തന്നെയാണ്. ഹാലിഫാക്സിൽ നിന്നുള്ള MP ആണ്. ഇതിനു മുമ്പ് അവർ പ്രൊവിൻഷ്യൽ ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. വളരെയധികം അനുഭവ പരിജ്ഞാനമുള്ള ആൾ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്റർ. ലിബറൽ പാർട്ടി എപ്പോഴും പ്രോ ഇമിഗ്രേഷൻ പാർട്ടി തന്നെയാണ്. കാനഡയുടെ വളർച്ച ഇമിഗ്രേഷനിലാണ് എന്ന് ഊന്നി പറയുന്ന തത്വങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത്. നമുക്കിനി മുന്നോട്ട് നോക്കിയിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏറ്റവും പുതിയ കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് ഡ്രോ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിൽ 500 പേർക്കാണ് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്കോർ വളരെ ഉയർന്ന സ്കോർ തന്നെയാണ്. നിരവധി ആളുകൾ 450-നും 500-നും ഇടയിൽ നിൽക്കുന്നവരുണ്ട്. ഈ സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ cac.gc.ca നോക്കിക്കഴിഞ്ഞാൽ CRS കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കാനഡയിലേക്ക് പുറത്തുനിന്ന് വരുന്നതിനും അതോടൊപ്പം തന്നെ കാനഡയിൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്കും ഒക്കെ ഒരു പ്രത്യേക പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് PR ലഭിക്കുകയുള്ളൂ. അത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴിയാവാം, അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് വഴിയാവാം. അങ്ങനെ നിരവധി പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഇനി അടുത്ത പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ ടാക്സിൽ ഒരു കുറവ് വരികയാണ്. പ്രധാനമായിട്ടും ലോ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഇൻകത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ആ ഒരു കുറവ് വരാൻ പോകുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സിന്റെ ബ്രാക്കറ്റിൽ 15% നിന്ന് 14%ലേക്കാണ് ഒരു കുറവ് വരുന്നത്. ജീവിത ചെലവുകളൊക്കെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. അതാണ് ഈ ഒരു പ്രധാന ചേഞ്ചിന് കാരണമെന്ന് പറയുന്നത്. അത് ജൂലൈയിലേ ഉള്ളൂ പ്രാബല്യത്തിൽ വരുള്ളൂ. 2025-26 ടാക്സ് ഇയറിലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും CRAയുടെ വെബ്സൈറ്റ്, കാനഡ റവന്യൂ ഏജൻസിയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ CICയുടെ വെബ്സൈറ്റോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാനഡയിലെ വെതറൊക്കെ വീണ്ടും വീണ്ടും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, തണുപ്പിലോട്ട് പോകുന്നുണ്ട്, ചൂടിലോട്ട് വരുന്നുണ്ട്. നമുക്ക് വെതറിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഏകദേശം സ്പ്രിംഗ് സീസൺ അതിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ജൂണിലാണ് സമ്മർ ആരംഭിക്കുന്നത്. ആളുകളൊക്കെ പുറത്തു പോയി തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു സമയവുമാണിത്. ഇപ്പോഴത്തെ പച്ചക്കറി കൃഷിക്ക് ഒരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉള്ള വിക്ടറി ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. നിരവധി ആളുകൾ പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, അമേരിക്കൻ വസ്തുക്കളുടെ പ്രത്യേകിച്ചും പച്ചക്കറി സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് അമേരിക്കയിൽ നിന്നാണ് കാനഡയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചില പച്ചക്കറികളൊക്കെ അവ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് ഡൊമസ്റ്റിക് ഉപഭോഗം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പച്ചക്കറി തൈകളൊക്കെ വാങ്ങി നിങ്ങൾക്ക് നടാവുന്നതാണ്. പല സ്ഥലങ്ങളിലും പള്ളികളിലും ഓർഗനൈസേഷനിലുമൊക്കെ പച്ചക്കറി കൃഷിയുടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഈ പച്ചക്കറി നമ്മൾ വാങ്ങി നടുന്നതിന് ഇത്തിരി എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പച്ചമുളകും പിന്നെ തക്കാളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ കൃഷി ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ വാങ്ങുന്നത് കൂടുതലായിട്ടും. ഇനിയും കുറച്ചുകൂടെ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളും ചുരുങ്ങിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ കൃഷികൾ ചെയ്ത് ആരംഭിക്കുക. അങ്ങനെ
മെയ്ഡ് ഇൻ കാനഡ പച്ചക്കറികൾ പ്രൊമോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും കാനഡയിലെ ഇപ്പോഴത്തെ റെന്റൽ നിരക്കുകൾ കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അത് അപ്പാർട്ട്മെന്റുകളായിട്ടോ അല്ലെങ്കിൽ കോണ്ടോമിനിയംസ് റെന്റൽസ് ആയിട്ടോ ബേസ്മെന്റ് റെന്റൽസ് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ്. ഒരു കോണ്ടോമിനിയം ഒക്കെ ഇപ്പോൾ 1800 മുതൽ 2100 വരെയുള്ള നിരക്കിൽ ലഭ്യമാണ്. ബേസ്മെന്റ് ആണെങ്കിൽ ഒരു 1300 മുതൽ 1600 വരെയുള്ള നിരക്കിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ സെർച്ച് അറൗണ്ട് ചെയ്യുക, അങ്ങനെ നല്ല ഡീലുകൾ നേടിയെടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് പ്ലേസിലോ കിജിജിയിലോ ഒക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമായിട്ട് നേരിട്ട് അന്വേഷിച്ച് അവരെ നേരിൽ കണ്ട ശേഷം അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് നേരിൽ കണ്ട ശേഷം പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത ശേഷമേ നിങ്ങൾ അഡ്വാൻസ് ഒക്കെ കൊടുക്കാവുള്ളൂ. ഇങ്ങനെ റെന്റ് കുറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രാഷ് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റിൽ പ്രത്യേകിച്ചും 2020 ശേഷം നിരവധി ആളുകൾ കോണ്ടോമീനിയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോണ്ടോമീനിയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ആളുകളാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും ഒരു സെക്കൻഡ് ഇൻകം ലഭിക്കുന്നതിന് വേണ്ടി പ്രായമായിട്ടുള്ളവർ അവരുടെ റിട്ടയർമെന്റ് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണത്. വളരെ ചെറിയ കോണ്ടോമിനിയത്തിന് വളരെയധികം പൈസയാണ് അവർ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു 800 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കോണ്ടോമിനിയത്തിനൊക്കെ ഏകദേശം $1.5 മില്യൺ വരെ കൊടുത്തവരുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് അത്രമാത്രം മാർക്കറ്റ് വാല്യൂ ഇല്ല. കോണ്ടോമിനിയംസ് അധികം സെല്ല് ചെയ്യപ്പെടുന്നില്ല. ഏകദേശം 30,000 കൺസ്ട്രക്ഷൻസ് ആണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്ററും ഹൗസിംഗ് മിനിസ്റ്ററും ഒക്കെ ഇനി കൂടിയാലോചിച്ച് പുതിയ പുതിയ പ്രൊജക്റ്റുകളും ഇനി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇതോട് അനുബന്ധിച്ച് മറ്റൊരു വാർത്തയുമുണ്ട്. ഇപ്പോൾ വീടുകളുടെ വില കൂടാനുള്ള ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് കൂടാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഷോർട്ടേജ് തന്നെയാണ്. സ്കിൽഡ് ട്രേഡ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണിപ്പോൾ. അതിനുവേണ്ടിയുള്ള പല ചർച്ചകളും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പോളിസികൾ മുന്നോട്ട് ഒരുക്കുന്നതാണെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ടൈൽ ലേയേഴ്സ്, ബ്രിക്ക് ലേയേഴ്സ്, റൂഫ് ചെയ്യുന്ന ആളുകൾ, കോൺക്രീറ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഷോർട്ടേജ് ഉണ്ട്. കാനഡയിലേക്ക് കൂടുതലായിട്ടും ആളുകൾ എത്തുന്നത് സ്കിൽഡ് ഇമിഗ്രേഷനിലാണ് വരുന്നത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ലേബേഴ്സ് വളരെ കുറവാണ്. ഈ മേഖലയിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊന്നുമല്ല, പ്രത്യേകിച്ചും കാനഡയിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയും അതുകൊണ്ടനുബന്ധിച്ച ജോലികൾ ചെയ്യുകയുമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യത മുന്നോട്ട് കാണുന്നുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ആർട്ടിക്കിൾസ് റീഡ് ചെയ്തപ്പോഴും പല പോഡ്കാസ്റ്റുകൾ കേട്ടപ്പോഴും അമേരിക്കയിലും കാനഡയിലും സ്കിൽഡ് ട്രേഡ്സിൽ പ്രത്യേകിച്ചും വെൽഡിങ്, പ്ലംബിങ്, അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഇനിയിപ്പോൾ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഇമിഗ്രേഷൻ ഫ്രോഡുകളും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നാട്ടിൽ പൈസ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പൈസ വാങ്ങുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ CIC.gc.ca വെബ്സൈറ്റ് കാണുക. അതിൽ വരുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും ജെന്യുവൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൺസൾട്ടന്റ് ജയേഷ് ജേക്കബ് അടുത്ത ലൈവിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പല ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ലൈവ് സെഷൻ കഴിഞ്ഞ ആഴ്ച നടത്താതിരുന്നത്. അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻ തുടർന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം വെള്ളിയാഴ്ച അത് വായിക്കാവുന്നതാണ്. പുതിയ കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ഓഫീസ് അഡ്മിൻ, ഡെന്റൽ അസിസ്റ്റന്റ്, പേഴ്സണൽ സപ്പോർട്ട് വർക്കർ, അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ വെൽഡിങ്, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, നിരവധി ട്രേഡ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. PR ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സെക്കൻഡ് കോഴ്സിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള SPS നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ CPR ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിങ് നടക്കുന്നത് ജൂൺ 16 ടൊറന്റോയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജൂൺ 17 ലണ്ടൻ ഒന്റാരിയോയിലും നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.